അപ്പോൾ നമ്മൾ സൊല്യൂഷൻ എന്ന പാഠം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൊല്യൂഷൻ എന്ന പാഠത്തിൽ നമ്മൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ടേംസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ സൊല്യൂഷനിൽ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ സൊല്യൂബിലിറ്റിയാണ്. സൊല്യൂബിലിറ്റി എന്നാണ് ടേം. എന്താണ് സൊല്യൂബിലിറ്റി എന്ന് വെച്ചാൽ, അതായത് ഒരു സോൾവെൻറ്റിനകത്ത് നമുക്കറിയാം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ സൊല്യൂട്ടും വേണം സോൾവെൻറ്റും വേണം അല്ലേ. ആ ഒരു സോൾവെൻറ്റിനകത്ത് മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? സോലുബിലിറ്റി. അപ്പോൾ എന്താണ് സോലുബിലിറ്റി? ദ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ എ സോൾവെൻറ്റ് ഇൻ മാക്സിമം എമൗണ്ട്. അതായത് സോൾവെൻറ്റ് ഡിസോൾവ് ചെയ്യിപ്പിക്കുകയാണ്, അതിൻ്റെ മാക്സിമം എമൗണ്ട് സൊല്യൂട്ട് അതിനകത്ത് ഡിസോൾവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? സോലുബിലിറ്റി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് 3-4 ടേം കൂടെ പഠിക്കണം. എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ, എന്താണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പോൾ എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? അതായത് ഇത് നമ്മൾ നോർമലി നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കുന്നു, സൊല്യൂഷനിലേക്ക് നമുക്കറിയാം സോൾവെൻറ്റിലേക്ക് നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു, സൊല്യൂട്ട് ആഡ് ചെയ്തിട്ട് ഇനി ഫർദർ സൊല്യൂട്ട് അതിനകത്ത് ഡിസോൾവ് ചെയ്യാത്ത അവസ്ഥ എത്തുമല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ എന്താ ഒന്ന് പറയുന്നു, സൊല്യൂട്ട് ഞാൻ സോൾവെൻറ്റിനകത്ത് ഡിസോൾവ് ചെയ്യുന്നു, മാക്സിമം ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഞാൻ ഡിസോൾവ് ചെയ്ത് വെച്ചേക്കുന്നു, ഇനി ഫർദർ സൊല്യൂട്ട് ആഡ് ചെയ്താൽ അതിനകത്ത് ഡിസോൾവ് ആകില്ല. ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇനി അടുത്ത അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണ്? അപ്പം അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഞാൻ ഒരു സോൾവെൻറ്റ് എടുത്തിരിക്കുന്നു, അതിനകത്ത് അല്പം സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇനിയും അതിനകത്ത് വേണമെങ്കിൽ സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കാം, ഇനിയും സൊല്യൂട്ട് ആഡ് ചെയ്താൽ ഡിസോൾവ് ആവും. അങ്ങനെയുള്ള സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഓക്കെ. ഇനി അടുത്ത് എന്താണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ ആൾറെഡി ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുക്കുകയാണ്, അതിനകത്ത് എക്സസ് ആയിട്ട് ഞാൻ സൊല്യൂട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. ഈ സൊല്യൂട്ട് യഥാർത്ഥത്തിൽ എന്തായിട്ട് ഒരു പ്രസിപ്പിറ്റേറ്റ് കണക്ക് കിടക്കുകയാണ്, അതിൻ്റെ താഴെ പ്രസിപ്പിറ്റേറ്റ് കണക്ക് കിടക്കുകയാണ്. അങ്ങനെയുള്ള സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതും ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ. അപ്പോൾ എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞുതരാം. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ, നിങ്ങളൊരു ബീക്കർ എടുക്കുക, ആ ബീക്കറിനകത്ത് വെള്ളം ആഡ് ചെയ്യുക, വാട്ടർ ആഡ് ചെയ്യുക, ഞാൻ അതിനകത്ത് ഉപ്പ് ആഡ് ചെയ്യുന്നു. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ സാൾട്ട് ആഡ് ചെയ്യുമ്പോൾ ഫർദർ ഇനി ഞാൻ അതിനകത്ത് ഉപ്പ് ആഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയെത്തും, അതായത് സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയെത്തും, അതായത് മാക്സിമം ഡിസോൾവ് ആയിരിക്കുകയാണ്, ഇനി ഡിസോൾവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എത്തുന്നതിനെ വിളിക്കുന്ന പേര് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇനി എന്താണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഞാൻ വാട്ടർ എടുക്കുന്നു, അതിനകത്ത് ഉപ്പ് ആഡ് ചെയ്യുന്നു, പക്ഷേ ഇനിയും എനിക്ക് ഉപ്പ് അതിനകത്ത് ആഡ് ചെയ്ത് അതിനകത്ത് ഇനിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസോൾവ് ചെയ്യാൻ പറ്റും. ഉപ്പിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇനി എന്താണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആൾറെഡി ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്, അതിനകത്ത് ഞാനൊരു സാച്ചുറേറ്റഡ് ലെവൽ വരെ എത്തി, എന്നിട്ടും പിന്നെയും ഞാൻ അതിനകത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം അത് നേരെ അടിയുമെന്നറിയാം, നമ്മൾ താഴെ വന്ന് കിടക്കുമെന്നറിയാം. അപ്പോൾ അങ്ങനെയുള്ള സൊല്യൂഷനുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇനി അത് വേണമെങ്കിൽ ടെമ്പറേച്ചർ റൈസ് ചെയ്താൽ ഇതിലോട്ട് ടെമ്പറേച്ചർ കൊടുത്താൽ നമുക്കറിയാം എന്ത് ചെയ്യും? അതിന് ഡിസോൾവ് ചെയ്യാം. അങ്ങനെയുള്ള സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പോൾ എത്ര തരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ട്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ട്, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ട്, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ട്. അടുത്ത ഈ സൊല്യൂബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണ്? ഏതൊക്കെ ഫാക്ടേഴ്സാണ് സൊല്യൂബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അപ്പം ഒന്ന്, എടുത്തിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ സ്വഭാവം അനുസരിച്ച് നേച്ചർ ഓഫ് സൊല്യൂട്ട്. 2, നേച്ചർ ഓഫ് സോൾവെൻറ്റ്. 3, ടെമ്പറേച്ചർ അല്ലേ. 4, പ്രഷർ. ഇപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ സൊല്യൂബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? സൊല്യൂട്ടിൻ്റെ ക്യാരക്ടർ അല്ലേ. നമുക്കറിയാം ഉപ്പാണെങ്കിൽ പെട്ടെന്ന് വെള്ളത്തിലാണ്, സോൾവെൻറ്റിൻ്റെ സ്വഭാവം ഉണ്ട്, വെള്ളത്തിനകത്താണെങ്കിൽ ഉപ്പ് പെട്ടെന്ന് ഡിസോൾവ് ആവും. എന്നാൽ മണ്ണെണ്ണയ്ക്കകത്ത് ഉപ്പിട്ടിട്ട് ഡിസോൾവ് ആവുമോ? ഇല്ല. അപ്പം നേച്ചർ ഓഫ് സൊല്യൂട്ട് അനുസരിച്ചിരിക്കും അല്ലേ, സൊല്യൂട്ടിൻ്റെ സ്വഭാവം അനുസരിച്ചിരിക്കും, സോൾവെൻ്റെ സ്വഭാവം അനുസരിച്ച് കിട്ടും. അതേപോലെ നമുക്കറിയാം നമ്മൾ ചായ ഉണ്ടാക്കുന്ന നേരത്തെ അല്ലെങ്കിൽ കട്ടൻ കാപ്പി ഉണ്ടാക്കുന്ന നേരത്ത് നമ്മൾ അതിനകത്ത് പഞ്ചസാര ഇടുന്നുണ്ട് അല്ലേ. എന്തിനാണ് നമ്മൾ പെട്ടെന്ന് ചൂടാക്കുമ്പോൾ പെട്ടെന്ന് അലിയും അല്ലേ. നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന നേരത്ത് പെട്ടെന്ന് ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര അതിനകത്ത് പെട്ടെന്ന് അലിയോ? ഇല്ല. കാരണം ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ പെട്ടെന്ന് അലിയും, അതാണ് ടെമ്പറേച്ചർ. ഓക്കെ. അപ്പോൾ ടെമ്പറേച്ചർ ഒരു ഫാക്ടറാണ്, പിന്നെ പ്രഷർ ഒരു ഫാക്ടറാണ്. അത് ഗ്യാസിൻ്റെ കേസിലാണ്, ഞാൻ അതിപ്പോൾ പറയാം. അപ്പോൾ ഇത്രയാണ് സൊല്യൂബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്: സൊല്യൂട്ട്, സോൾവെൻറ്റ്, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ.
അപ്പോൾ നമുക്ക് സൊല്യൂബിലിറ്റി ഇൻ സോളിഡ് ഇൻ ലിക്വിഡ്, ഒരു സോളിഡിനെ നമ്മൾ ലിക്വിഡിലോട്ട് ഡിസോൾവ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നേച്ചർ ഓഫ് സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? സൊല്യൂട്ട്, സോൾവെൻറ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യണം. സൊല്യൂട്ട്, സോൾവെൻറ്റ്, ടെമ്പറേച്ചർ, പ്രഷർ, ഇത്രയും ഫാക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും ഈ ഒരു സൊല്യൂഷൻ്റെ കാര്യത്തിൽ. സോളിഡ് ഇൻ ലിക്വിഡ്, അതായത് ലിക്വിഡാണ് ഇവിടുത്തെ സോൾവെൻറ്റ്. അപ്പോൾ അതിലേക്ക് നമ്മൾ സോളിഡ് ആഡ് ചെയ്യുകയാണ്. നോക്കാം, സോൾഡ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തേൽ വരാം. സോൾവെൻ്റ് ഉണ്ട്, പോളാർ നേച്ചർ ഉണ്ട്, നോൺ പോളാർ നേച്ചർ. എന്താണ് പോളാർ നേച്ചർ, നോൺ പോളാർ നേച്ചർ എന്ന് വെച്ചാൽ അറിയാമല്ലോ, പൊളാരിറ്റി കാണിക്കുന്നു, ചാർജ് കാണിക്കുന്ന നേച്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് പോളാർ നേച്ചർ എന്ന്. കാണിക്കാത്തതിനെ വിളിക്കുന്ന പേരാണ് നോൺ പോളാർ. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, 4 പറയുന്നുണ്ട്. വാട്ടർ പോളാർ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ടർ പൊളാരിറ്റി കാണിക്കുന്നതാണ്. ആ പോളാർ നേച്ചറുള്ള വാട്ടറിലേക്ക് നമ്മൾ സോഡിയം ക്ലോറൈഡ്, ഉപ്പ് ഇട്ട് വിടുകയാണ്. ഉറപ്പായിട്ടും നമുക്കറിയാം ഉപ്പ് അതിനകത്ത് ലയിക്കും. അതായത് പോളാർ നേച്ചർ ഉള്ള വസ്തു പോളാർ നേച്ചർ ഡിസോൾവ് ആയി, കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത് നോക്കിയോ, ബെൻസീനിലേക്ക് ഞാൻ നാഫ്തലിൻ ആഡ് ചെയ്യുകയാണ്. ബെൻസീൻ ഒരു നോൺ പോളാർ നേച്ചറാണ്, അതിലേക്ക് നാഫ്തലിൻ നോൺ പോളാർ ആണ്. ബെൻസീനും നാഫ്തലിനും നല്ലപോലെ മിക്സപ്പ് ആവും, അതും സോലുബിൾ ആണ്, നല്ലപോലെ ഡിസോൾവ് ആവും. അപ്പം നോൺ പോളാർ നേച്ചറുള്ള സോൾവെന്റിലേക്ക് നമുക്ക് നോൺ പോളാർ നേച്ചറുള്ള സൊല്യൂട്ട് മാത്രമേ ഡിസോൾവ് ചെയ്യാൻ പറ്റൂ. ഇനി അടുത്ത് നോക്കിയോ, വാട്ടർ ഒരു പോളാർ നേച്ചർ നമ്മൾ ആൾറെഡി അറിയാം, സോൾവെന്റ് ആണ്. അതിലേക്ക് ഞാൻ നാഫ്തലിൻ ഇട്ട് കൊടുക്കുകയാണ്. നാഫ്തലിൻ അറിയാമല്ലോ, പാറ്റാക്കുളി, അതിന് നാഫ്തലിൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് നാഫ്തലിൻ നോൺ പോളാർ ആണ്, പക്ഷേ ഇവിടെ ഡിസോൾവ് ആവത്തില്ല. ഇനി അതേപോലെ തന്നെ ബെൻസീൻ ഒരു പോളാർ നേച്ചറുള്ള നോൺ പോളാർ നേച്ചറുള്ള വസ്തുവാണ് ബെൻസീൻ. അതിലേക്ക് ഞാൻ എന്ത് ആഡ് കൊടുക്കുകയാണ്? സോഡിയം ക്ലോറൈഡ് ഇട്ട് കൊടുക്കുകയാണ്. സോഡിയം ക്ലോറൈഡ് എന്ത് നേച്ചറാ? പോളാർ നേച്ചറാണ്. അപ്പം അതും എന്താവത്തില്ല? ഡിസോൾവ് ആവത്തില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ലൈക്ക് ഡിസോൾവ്സ് ഇൻ ലൈക്ക്, അതായത് പോളാർ നേച്ചറുള്ള സോൾവെന്റ് ആണെങ്കിൽ പോളാർ നേച്ചറുള്ള സൊല്യൂട്ട് മാത്രമേ ഡിസോൾവ് ആവൂ. നോൺ പോളാർ നേച്ചറുള്ള സോൾവെന്റ് ആണെങ്കിൽ നോൺ പോളാർ നേച്ചറുള്ള സൊല്യൂട്ട് മാത്രമേ ഡിസോൾവ് ആവൂ. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഡൗട്ട് വരും, ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. പഞ്ചസാരയുടെ കാര്യം പറഞ്ഞുതരാം. പഞ്ചസാര എന്താണ്, എന്ത് കോമ്പൗണ്ടാണ്? നമുക്കറിയാം കോവലൻ കോമ്പൗണ്ട് ആണ്, അല്ലെങ്കിൽ അത് ഒരു നോൺ പോളാർ നേച്ചറുള്ള വസ്തുവാണ്. ഈ നോൺ പോളാർ നേച്ചറുള്ള പഞ്ചസാര നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുകയാണ്, വെള്ളത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. ഡിസോൾവ് ആവോ ഇല്ലയോ? ഡിസോൾവ് ആവും. അപ്പം നിങ്ങൾ പറയും, നോൺ പോളാർ നേച്ചറുള്ള വസ്തുവിൽ മാത്രമല്ലേ ഡിസോൾവ് ആവൂ, പോളാർ നേച്ചറുള്ള മാത്രമല്ലേ ഡിസോൾവ് ആവൂ. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? യഥാർത്ഥയ്ക്ക് അവിടെ ഉണ്ടായത് വാട്ടർ ഡിസോൾവ് ചെയ്യിപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ് കാരണമാണ് വാട്ടറിൽ പഞ്ചസാര ഡിസോൾവ് ആയത്. മനസ്സിലാവൂ? വാട്ടർ പഞ്ചസാര ഡിസോൾവ് ചെയ്യുന്ന കാര്യം എന്താണ്? ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പം അത്രയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു, ദാറ്റ് മീൻസ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, പൊതുവേ മനസ്സിലാക്കേണ്ട കാര്യം, ലൈക്ക് ഡിസോൾവ്സ് ഇൻ ലൈക്ക്. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ലൈക്ക് ഡിസോൾവ്സ് ഇൻ ലൈക്ക്. അപ്പോൾ നമ്മൾ സൊല്യൂട്ടും സോൾവെൻറ്റും പറഞ്ഞു. അടുത്ത നമ്മൾ ടെമ്പറേച്ചറിലെന്ന ടൈമിലേക്ക് വരികയാണ്. ടെമ്പറേച്ചർ ടൈം നോക്കിയോ. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എങ്ങനെ സ്വാധീനിക്കുന്നത് നമുക്കറിയാം. ഞാൻ വെള്ളത്തിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുകയാണ്. എന്ത് സംഭവിക്കും? ആ വാട്ടറിൽ ഉപ്പ് നല്ലതുപോലെ ഡിസോൾവ് ആകും. റൈറ്റ്, നല്ലതുപോലെ എന്ത് ചെയ്യും? ഡിസോൾവ് ആകും. അപ്പം ടെമ്പറേച്ചർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇവിടെ 2 രീതിയിൽ നമുക്ക് പറയാം. ഇപ്പോൾ എക്സോതെർമിക് റിയാക്ഷനും ഉണ്ട്, എൻഡോതെർമിക് റിയാക്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ, എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. എൻഡോതെർമിക്കിൻ്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതായത് നമ്മൾ ചൂട് കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും? അപ്പം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? സൊല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ ആണെന്ന് ചോദിക്കുക. ഹിറ്റിൻ്റെ കാര്യത്തിൽ എക്സോതെർമിക് ഉണ്ട്, എൻഡോതെർമിക് ഉണ്ട് അല്ലേ? എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഡെൽറ്റ എച്ച് വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അവിടെ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യും? സൊല്യൂബിലിറ്റി ഡിക്രീസ് ചെയ്യും. എക്സോതെർമിക് റിയാക്ഷനിലെ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. എൻഡോതെർമിക് റിയാക്ഷനിലെ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ആസ് ഇൻക്രീസിങ് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ സൊല്യൂബിലിറ്റി ഡിക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഈ 2 ടേമുകളാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. അടുത്ത പ്രഷറിൻ്റെ കാര്യം പറയാം. എഫക്റ്റ് ഓഫ് പ്രഷർ എങ്ങനെയാണ് പ്രഷറിനെ സ്വാധീനിക്കുന്നത്? നമുക്കറിയാം സോളിഡ് ഇൻ ലിക്വിഡും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ
പ്രഷറിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഇവിടെ പ്രഷർ ഒരിക്കലും ഒരു ഫാക്ടറായിട്ട് വരുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ നോ എഫക്റ്റ് ഈസ് ദെയർ അക്കോർഡിംഗ് ടു ദ സൊല്യൂഷൻ ഓഫ് എ സോളിഡ് ആൻഡ് ലിക്വിഡ്. ഇൻ സോളിഡ് ആൻഡ് ലിക്വിഡ് ദെയർ ഇസ് നോ വേ ഈസ് ദെയർ. അപ്പോൾ പ്രഷർ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ സ്വാധീനിക്കുന്നില്ല. മനസ്സിലാവോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തിലേക്ക് വരുന്നു. സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. ഗ്യാസ് സോലുബിൾ ആവും, ലിക്വിഡിൽ സോലുബിൾ ആവോ ഇല്ലയോ? ഗ്യാസ്, മോസ്റ്റ് ഓഫ് ദ ഗ്യാസസ് ആർ സോലുബിൾ ഇൻ ലിക്വിഡ്. ലിക്വിഡിൽ സോലുബിൾ ആണ്. അപ്പോൾ നാച്ചർ ഓഫ് സോൾവെൻറ്റ് സൊല്യൂട്ട് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ. അപ്പോൾ നമ്മളിവിടെ പറയാം നാച്ചർ ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ നാച്ചർ ഓഫ് സോൾവെൻറ്റ് ആൻഡ് സൊല്യൂട്ട്. സോൾവെൻറ്റും സൊല്യൂട്ടിനും നാച്ചർ അനുസരിച്ചിരിക്കും. അതായത് ഇപ്പോൾ ഈസിലി ലിക്വിഫൈ ആയിട്ടുള്ള ഗ്യാസുകളാണെങ്കിൽ, ഈസി ആയിട്ട് ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്ന ഗ്യാസുകളാണെങ്കിൽ ആ ഗ്യാസ് പെട്ടെന്ന് തന്നെ എന്തിൽ ഡിസോൾവ് ആവും? വാട്ടർ ഡിസോൾവ് ആവും. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് മോർ ഈസിലി ലിക്വിഫയബിൾ ഇൻ ലിക്വിഡ്. വെള്ളത്തിനകത്ത് അത് പെട്ടെന്ന് ഡിസോൾവ് ചെയ്യാൻ പറ്റും, അതായത് ലിക്വിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പെട്ടെന്ന് വാട്ടർ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സോഡ വെള്ളം ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഈ ഗ്യാസിൽ അയോണായിട്ട് മാറാനുള്ള കഴിവുണ്ട്. അങ്ങനെ അയോണിക് ആയിട്ടുള്ള ഗ്യാഷ്യസ് പാർട്ടിക്കിളിനെ പെട്ടെന്ന് വാട്ടർ ഡിസോൾവ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ 2 പോയിൻ്റായിട്ട് പറയുന്നത്. അപ്പം 2 പോയിൻ്റായിട്ട് പറഞ്ഞുള്ളൂ. ഗ്യാസസ്, അതായത് പെട്ടെന്ന് ലിക്വിഫൈ ആവുന്നത് ഗ്യാസുകളെ നമുക്ക് പെട്ടെന്ന് വാട്ടർ ഡിസോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ അയോൺ ആയിട്ടുള്ള ഗ്യാസുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ടറിൽ പെട്ടെന്ന് ഡിസോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൂടാതെ ഈ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ്? എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ സോലിബിലിറ്റി കുറയും. ഗ്യാസിനെ നമുക്ക് മിക്സപ്പ് ചെയ്യുന്ന ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്ത് എന്ത് പറ്റും? ആ ഗ്യാസ് പെട്ടെന്ന് ഇവോൾവ് ചെയ്യാൻ നോക്കുക. അതായത് പെട്ടെന്ന് എന്താവത്തില്ല? ഗ്യാസ് സോലുബിൾ ആവത്തില്ല. മനസ്സിലാവും? ഇതിനെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അടുത്തത് എഫക്റ്റ് ഓഫ് പ്രഷർ. ഓക്കെ, അപ്പോൾ എഫക്റ്റ് ഓഫ് പ്രഷറിൽ പറയുന്ന എത്രയേ ഉള്ളൂ. പ്രഷർ കൂട്ടിയാൽ ഉറപ്പായിട്ടും നമുക്കറിയാം, ഗ്യാസ് ഒരു ലിക്വിഡ് എടുത്തിരിക്കുകയാണ്, ഞാൻ ഒരു ബീക്കർ എടുത്തിരിക്കുകയാണ്, അതിനകത്ത് ലിക്വിഡ് ഉണ്ട്, എന്നിട്ട് ഞാനിവിടെ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്, ഞാനിവിടെ പ്രഷർ അപ്ലൈ ചെയ്യാം, പിസ്റ്റൺ ഉപയോഗിച്ച് പ്രഷർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഉറപ്പായിട്ടും പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എന്തിൽ ഡിസോൾവ് ആവും? ആ ഗ്യാസ് മോളിക്യൂൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. അപ്പോൾ ആസ് പ്രഷർ ഇൻക്രീസസ് സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, പെട്ടെന്ന് സോലുബിൾ ആവും. ഇനി ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സൊല്യൂബിലിറ്റി ഡിക്രീസ് ചെയ്യും, അല്ലേ? ഡിക്രീസ് ചെയ്യും. ഇതെപ്പോഴും ഒരു എക്സോതെർമിക് റിയാക്ഷൻ ഉണ്ട്, എക്സോതെർമിക്കിലായിരിക്കും. അപ്പം ΔH വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവാണ്. ഓക്കെ, അപ്പം സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ആണ് പറഞ്ഞത്. നാച്ചർ ഓഫ് സോൾവെന്റ് സൊല്യൂട്ട് ഞാൻ പറഞ്ഞു. ലിക്വിഫയബിൾ ആ ഗ്യാസ് ആണെങ്കിലും അയോണായി മാറാൻ പറ്റുന്ന ഗ്യാസ് ആണെങ്കിൽ പെട്ടെന്ന് വാട്ടർ ഡിസോൾവ് ചെയ്യും. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞു. ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ സൊല്യൂബിലിറ്റി നോർമലി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അത് എഫക്റ്റ് ഓഫ് പ്രഷർ ഞാൻ പറഞ്ഞു. പ്രഷർ കൂട്ടുകയാണെങ്കിൽ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ടാണ് അടുത്തൊരു നിയമം വരുന്നത്. അടുത്തൊരു ലോ ഒരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച ലോ ആണ്. ആ ലോ പറയുന്ന പേരാണ് ഹെൻറി ലോ. എന്താണ് ഹെൻറി ലോ പറഞ്ഞത്? ഹെൻറി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞതും ഇതേപോലെ തന്നെയാണ്. പ്രഷർ കൂട്ടുമ്പോൾ സോലുബിലിറ്റി കൂടും. അപ്പം പ്രഷർ കൂട്ടുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് പറ്റുന്നത്? അപ്പം നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ ഈ ഒരു കണ്ടീഷൻ ആലോചിക്കുക. ഞാൻ വാട്ടർ എടുത്തിരിക്കുകയാണ്, ഞാൻ ഇവിടെ ഗ്യാസ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഞാനിവിടെ വെയിറ്റ് കൂടുതൽ ഇട്ട് കൊടുക്കുകയാണ്, മാസ് കൂട്ടുകയാണ്. എന്ത് പറ്റൂടെ? ഈ മാസ് കൂട്ടാൻ നേരത്ത് എന്ത് പറ്റും? വെയിറ്റ് കൂട്ടാൻ നേരത്ത് എന്ത് പറ്റും? ഈ ഗ്യാസ് എന്ത് ചെയ്യും? ഈ ലിക്വിഡിൽ നല്ലതുപോലെ സോലുബിൾ ആവും. മനസ്സിലാവും? അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്യാസാണ് എടുക്കുന്നത്. അതാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സർട്ടൻ ഗ്യാസ്. ഇപ്പോൾ ഓക്സിജൻ ഗ്യാസ് ആണെങ്കിൽ ഓക്സിജൻ ഗ്യാസ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിലേക്ക് ഞാൻ എനിക്ക് എന്ത് ചെയ്യണം? പ്രഷർ അപ്ലൈ ചെയ്യുകയാണ് എങ്കിൽ അത് പെട്ടെന്ന് വാട്ടറിൽ അല്ലെങ്കിൽ ലിക്വിഡിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് സോലുബിൾ ആവും, അല്ലെങ്കിൽ ലയിക്കും, സോലുബിലിറ്റി കൂടും. അപ്പം അത് വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, മാസ് കൂടുമ്പോൾ അല്ലെങ്കിൽ പ്രഷർ കൂടുമ്പോൾ, മാസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? സോലുബിലിറ്റി കൂടും, അല്ലേ? മാസ് കൂട്ടുമ്പോൾ പ്രഷർ കൂടും. മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അറിയാമല്ലോ, മാസ് കൂട്ടുമ്പോൾ അവിടെ മാസ് കൂട്ടുമ്പോൾ പ്രഷർ കൂടും. ഓക്കെ, മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ.
അപ്പം ഇത് വെച്ചുകൊണ്ട് അപ്പം മാസ് കൂടാൻ നേരത്ത് ഞാൻ പറഞ്ഞു ഈ മോൾസ് എല്ലാം ആരിൽ ഡിസോൾവ് ചെയ്യാണ്, വാട്ടറിൽ ഡിസോൾവ് ചെയ്യാണ് താനല്ലോ. അപ്പം നമുക്ക് പറയാം പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു, പാർഷ്യൽ പ്രഷർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേപ്പർ പ്രഷർ എന്ന് വേണമെങ്കിൽ പറയാം. പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. എന്ത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ? മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രപ്പോർഷനാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, പാർഷ്യൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. റൈറ്റ്. ഇതിനെ ഞാനൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേര് ഹെൻറി കോൺസ്റ്റന്റ് എന്ന് പറയും. KH ആണ് ആ സിമ്പിൾ. അപ്പോൾ KH ഇതാണ് ഹെൻറി കോൺസ്റ്റന്റ്. അപ്പം ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം എങ്ങനെ വരും? P ഈസ് ഈക്വൽ ടു KH ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. ഓക്കെ, P ഈസ് ഈക്വൽ ടു KH ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. ഇതാണ് ഹെൻറി ലോ പറഞ്ഞിരിക്കുന്നത്. ഹെൻറി ലോ എന്താ പറഞ്ഞിരിക്കുന്നത്? പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂഷൻ. മോൾ ഫ്രാക്ഷൻ. അപ്പോൾ നോക്കാം, ഇനി ഇതിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഈ KH എന്ന് പറഞ്ഞാൽ, ഹെൻറി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ നമുക്ക് അസൈൻ ചെയ്തെടുക്കാം. ഈ മോൾ ഫ്രാക്ഷൻ താഴെ കൊണ്ടുവരുന്നു, P ബൈ മോൾ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഹെൻറി കോൺസ്റ്റന്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. ഹെൻറി കോൺസ്റ്റന്റ് എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണ്. എന്ന് വെച്ചാൽ ഡയറക്ട്ലി പ്രപ്പോർഷൻ അല്ല എന്ന് പറഞ്ഞാൽ, അതായത് KH വാല്യൂ ഇൻക്രീസ് ചെയ്താൽ, ഹെൻറി കോൺസ്റ്റന്റ് കൂടിയാൽ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പം ഹെൻറി കോൺസ്റ്റന്റ് ഇൻക്രീസ് ചെയ്താൽ സൊല്യൂബിലിറ്റി ഡിക്രീസ് ചെയ്യും. ഇതേ അവസ്ഥ തന്നെയാണ് വന്നത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തപ്പോൾ അല്ലേ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് പറ്റി? സൊല്യൂബിലിറ്റി അവിടെയും എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. ഓക്കെ, അപ്പം ടെമ്പറേച്ചർ വെച്ച് വേണമെങ്കിൽ കണക്ട് ചെയ്ത് പറയാം. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മൾ മീൻ അക്വാട്ടിക് ആനിമൽസ്, മെയിൻലി മീൻ, ഫിഷ് അല്ല, ഇതൊക്കെ വെള്ളത്തിനകത്താണ് ജീവിക്കുന്നത്. വെള്ളത്തിൽ നിന്ന് എന്ത് കിട്ടും? ഓക്സിജൻ കിട്ടും. അപ്പം വാമർ വാട്ടറിനകത്താണോ അതിന് സേഫറായിട്ട് ജീവിക്കാൻ പറ്റുന്നത്, അതോ കോൾഡർ വാട്ടറിനകത്തായിരിക്കും? അപ്പോൾ നമ്മൾ ഈ കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. ടെമ്പറേച്ചർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് കുറയും. അതായത് ടെമ്പറേച്ചർ കൂടാൻ നേരത്ത് അതിനകത്തുള്ള സൊല്യൂബിലിറ്റി, ഏത് ഗ്യാസാണ്? ഓക്സിജൻ ആണ് അത് വേണ്ടത്. ഓക്സിജൻ്റെ അളവ് കുറയും. അപ്പം സേഫറായിട്ട് അതിന് ജീവിക്കണമെങ്കിൽ ഏതിൽ ജീവിക്കാൻ പറ്റും? നല്ലതുപോലെ കോൾഡർ വാട്ടറിൽ. മനസ്സിലാവും? അതും ഹെൻറി ലോ വെച്ചാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനിയും ഇതിൻ്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഉണ്ട്, അതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഇതാണ് ഹെൻറി ലോ ഇക്വേഷൻ. എന്താണ്? P ഈസ് ഈക്വൽ ടു KH ഇൻറ്റു കൈ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് അറിയണം, KHൻ്റെ യൂണിറ്റ് അറിയണം. അപ്പം കൈ നമുക്കറിയാം, അതിന് പ്രത്യേകിച്ച് യൂണിറ്റ് ഇല്ല ഹെൻറി ലോ വെച്ച്. അപ്പം നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പ്രഷറിന് ഈക്വലാണ് KHൻ്റെ യൂണിറ്റ്. അപ്പോൾ പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഷർ ഏതിലാണ് പറയുന്നത്? പ്രഷർ നമ്മൾ ATMലാണ് പറയുന്നത്. അപ്പോൾ കണക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ യൂണിറ്റ്സ് എല്ലാം ആവശ്യമാണ്. 1 ATM എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1.01325 ബാറാണ്. മനസ്സിലാവും? 1.01325 ബാറാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1 ATM എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും പറയാം, 1.01325 ഇൻറ്റു 10⁵ പാസ്കലിൽ പറയാം. അല്ല എങ്കിൽ 76 സെൻറ്റിമീറ്റർ മെർക്കുറി എന്നും പറയാം, HG, ZmHg. അല്ലെങ്കിൽ 760 millimeter HG. ഇതെല്ലാം പ്രഷറുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. എല്ലാം അതിൻ്റെ യൂണിറ്റുകളാണ്. അപ്പോൾ 1 ATM എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ബാറിൽ പറയാം, പാസ്കലിൽ പറയാം, സെൻറ്റിമീറ്റർ ക്യൂബിൽ പറയാം, മില്ലിമീറ്റർ ക്യൂബിൽ പറയാം, മില്ലിമീറ്റർ HG മെർക്കുറിയിൽ പറയാം. അടുത്തത് ടോർക്കിൽ പറയാം. ടോറിൽ പറയുമ്പം 760 ടോർ. ഇത്രയും പ്രഷറിൻ്റെ യൂണിറ്റുകളാണ്. മനസ്സിലാവും? അപ്പം ഇത് വെച്ചാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള കണക്കുകൾ ചെയ്യേണ്ടത്. അപ്പോൾ കണക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് വേണം? ഇതറിഞ്ഞിരിക്കണം. 1 ATM എത്ര ബാറാണ്, എത്ര പാസ്കലാണ് എന്നറിയണം. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം, ഇവിടെ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. ഒരു ബാർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് വെച്ചാൽ 1 bar ഈസ് ഈക്വൽ ടു, പാസ്കലിൽ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? 10⁵5 പാസ്കൽ. ഒരു ബാർ എന്ന് പറയുന്നത് 10⁵5 പാസ്കലാണ്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഹെൻറി ലോയുടെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കുടിക്കുന്ന പെപ്സി, കൊക്കക്കോള,
അല്ലെങ്കിൽ സോഡ വെള്ളം ഇതിലൊക്കെ നമുക്കറിയാം എന്തുണ്ട്, പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് മിക്സപ്പ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സോഡ വെള്ളത്തിൻ്റെ കാര്യമാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ മിക്സപ്പ് ചെയ്യുന്നു. എങ്ങനെ മിക്സപ്പ് ചെയ്യുന്നത്? ഹൈ പ്രഷർ കൊടുത്ത്. മനസ്സിലാവും? ആ പ്രഷർ കൂടുതൽ കൊടുക്കുമ്പോൾ എന്ത് കൂടും? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ആപ്ലിക്കേഷനാണ്. ഒരു ആപ്ലിക്കേഷൻ ഹെൻറി ലാരോ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ അതാണ്. അപ്പം ഹെൻറി ലാരോ ആപ്ലിക്കേഷൻസിൽ ഒന്നാണ് എന്ത്, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ സോഡ വെള്ളം ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഹൈ പ്രഷർ അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യുന്നു, ഈ കാർബൺ ഡൈ ഓക്സൈഡ് അതിനകത്ത് സോലുബിൾ ആക്കുന്നു. മനസ്സിലാവും? അതുകൊണ്ടാണ് അതിനെ നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇങ്ങനെ സോഡ വെള്ളത്തിൻ്റെയൊക്കെ നല്ല ടൈറ്റായിട്ട് സീൽ ചെയ്തിരിക്കുന്നത്. കാരണം അതാണ്, പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ കയറി പോകുമ്പോൾ, ആൾട്ടിറ്റ്യൂഡിനെ കുന്ന് കയറി പോകുമ്പോൾ നമുക്കറിയാം അവിടെ എയറിൻ്റെ അളവ് അല്ലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവായിരിക്കും. ഓക്സിജൻ എന്ന് പറയുന്നതിൻ്റെ അളവ് കുറവായിരിക്കും. മേലോട്ട് പോകും തോറും ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് പ്രഷർ ഡിക്രീസ് ചെയ്ത് നമുക്കറിയാം. അപ്പം ഇൻസഫീഷ്യൻ്റ് ആയ ഓക്സിജൻ അവിടെ കാണത്തില്ല. പ്രഷർ ഡിക്രീസ് എന്ന് വെച്ചാൽ എയറിൻ്റെ പ്രസൻസ് കുറവാണ്. എയറിൽ ആരൊക്കെ നൈട്രജൻ ഓക്സിജൻ ഉണ്ട്. നമ്മൾ ഏതാ ശ്വസിക്കുന്നത്? ഓക്സിജൻ ശ്വസിക്കുന്നു. അപ്പം മേലോട്ട് കയറും തോറും ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരും. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സഫീഷ്യൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് മാറും. അങ്ങനെ നമ്മൾ ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ നമ്മൾ ശ്രമിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളെ ബോഡി ആൾറെഡി എന്ത് ചെയ്യും, വീക്കായി പോകും. ഈവൻ നമുക്ക് ചിന്തിക്കാൻ പോലെയുള്ള ഒരു ശേഷി ഉണ്ടാവത്തില്ല എന്നാണ് പറയുന്നത്. ഈ അവസ്ഥ വിളിക്കുന്ന പേരാണ് അനോക്സിയ എന്നാണ് പറയുന്നത്. അനോക്സിയ എന്നാണ് ഈ അവസ്ഥയെ വിളിക്കുന്ന പേര്. അപ്പം അവിടെയും ശരിയാണ്, ആൾട്ടിറ്റ്യൂഡ് കൂടി, എയറിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു, പ്രഷർ കുറഞ്ഞു, അപ്പോൾ കോൺസെൻട്രേഷൻ കുറഞ്ഞു. അതുകൊണ്ട് നമുക്ക് സഫീഷ്യൻ്റായി എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. അതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷനായിട്ട് പറയുന്നത്. ഇങ്ങനെ മൂന്നാമത്തെ ആപ്ലിക്കേഷനിൽ പ്രധാനമായിട്ട് പറയുന്നത് നമ്മൾ സ്ക്യൂബ ഡൈവേഴ്സ് അല്ലേ, അതായത് ഡൈവ് ചെയ്യുന്നവർ. അപ്പോൾ സ്ക്യൂബ ഡൈവേഴ്സ് വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്ത് നീന്തുന്നവർ. അപ്പോൾ സ്ക്യൂബ ഡൈവേഴ്സ് ഡൈവ് ചെയ്യുമ്പോൾ അവർ ഒരു ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ടുണ്ട്. ആ പേര് ഓക്സിജൻ സിലിണ്ടർ ആണെങ്കിലും അതിനകത്ത് നൈട്രജൻ ഗ്യാസും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം താഴോട്ട് പോകും തോറും പ്രഷർ കൂടും. അതായത് ഇപ്പം കടലിലോട്ടിട്ട് ചാടുമ്പോൾ അതിൻ്റെ പ്രഷർ താഴോട്ട് പോകും തോറും എന്ത് ചെയ്യും, പ്രഷർ കൂടും. അങ്ങനെ കൂടുന്ന അവസ്ഥയിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിനകത്ത് നൈട്രജൻ മിക്സ് ഉണ്ട്. അപ്പോൾ ഈ നൈട്രജനും കൂടെ നമ്മൾ ഇത് ശ്വസിക്കുമ്പോൾ നൈട്രജൻ ഉണ്ടോ നമ്മൾ ബ്ലഡിൽ കളയും. മനസ്സിലാവും? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ തിരിച്ച് താഴോട്ട് പോയതിനെ കുഴപ്പമില്ല, തിരിച്ച് മേലോട്ട് വരാൻ നേരത്ത് ഇത് തിരിച്ച് എന്ത് ചെയ്യാൻ നോക്കും, നൈട്രജൻ തിരിച്ച് ഇറങ്ങാൻ നമ്മൾ ബോഡിയിൽ നിന്ന് വിടാൻ വേണ്ടി നോക്കും. അപ്പോൾ അവിടെ ബബിൾസ് കണക്ക് ഫോം ചെയ്യും. ബ്ലഡിനകത്ത് ബബിൾസ്, കാപ്പിലറീസിനൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ പ്രശ്നം വരുമ്പോൾ നോർമലി നമ്മളെ ശരീരത്തിന് ബെൻസ് എന്ന് പറയുന്ന ഒരവസ്ഥയിലോട്ട് മാറും. അതായത് നൈട്രജൻ ആൾറെഡി ഒരു ടോക്സിക് ആയ വസ്തുവാണ്. അപ്പം അത് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിന് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ മരണം വരെ സംഭവിക്കാം. മനസ്സിലാവും? അപ്പോൾ പ്രഷർ കൂടുമ്പോൾ കുഴപ്പമില്ല, തിരിച്ച് ഞാൻ പറയുന്നത് കയറി വരുമ്പോഴാണ്, അതായത് താന്നു പോയി തിരിച്ച് മേലോട്ട് കയറി വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടി അതിനകത്ത് എന്താടിയിട്ടുണ്ട്, ഹീലിയം ആടിയിട്ടുണ്ട്. എന്താടിയിട്ടുണ്ട്? ഹീലിയമാണ് ലെസ് സോലുബിൾ ആയിട്ടുള്ള, ഇതിൽ രണ്ടിലും ഓക്സിജൻ നൈട്രജൻ വെച്ച് നോക്കുമ്പോൾ അതിനെക്കാട്ടിയും സോലുബിലിറ്റി കുറവുള്ള ഒരു വസ്തുവാണ് ഇത് ഹീലിയം. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഹീലിയം മിക്സപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. അപ്പം സ്ക്യൂബ ഡൈവേഴ്സ് ഉപയോഗിക്കുന്ന ഓക്സിജൻ സിലിണ്ടറിനകത്ത് ഏതൊക്കെ ഗ്യാസ് ഉണ്ടെന്ന് വെച്ചാൽ ഏതൊക്കെ ഗ്യാസ് ഉണ്ടെന്ന് പറയണം. നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, അതിനോടൊപ്പം ഏതുണ്ട്, ഹീലിയവും ഉണ്ട്. മനസ്സിലാവും? അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ ഹെൻറി ലായുടെ ആപ്ലിക്കേഷനും ഹെൻറി ലായുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇവിടെ തീരുന്നു.